ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മളിതുവരെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ തന്നെ 4 സിസ്റ്റം പ്രകാരം നമുക്ക് കണക്കുകൾ സൂക്ഷിക്കാം. ഡെപ്റ്റർ സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡെപ്റ്റർ സിസ്റ്റമാണ്. അപ്പോൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ അണ്ടറിൽ കോസ്റ്റ് പ്രൈസും ഉണ്ട്, സെല്ലിംഗ് പ്രൈസിലും വെക്കാം. അപ്പോൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ, അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, 2 തരം ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ ബ്രാഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ 2 തരം ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ 4 തരം. അതിലൊന്ന് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്, ഒന്ന് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റമാണ്, ഒന്ന് ഹോൾസെയിലാണ്, ഒന്ന് വരുന്നത് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിലും 2 തരത്തിൽ വെക്കാം. ഒന്ന് കോസ്റ്റ് പ്രൈസിൽ വെക്കാം, ഇൻവോയ്സ് പ്രൈസിൽ വെക്കാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന കോസ്റ്റ് പ്രൈസ് മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ ഡെപ്റ്റർ സിസ്റ്റം പ്രകാരം കോസ്റ്റ് പ്രൈസിലാണ് ആദ്യത്തെ കണക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ഒരു വില കൊടുത്തിട്ടായിരിക്കും ഗുഡ്സ് വാങ്ങുക, അല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടാക്കാൻ ഒരു വില വന്നിട്ടുണ്ടാവും, ഒരു ചിലവ് വന്നിട്ടുണ്ടാവും. അതേ ചിലവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗുഡ്സും എന്ത് ചെയ്യുക, ബ്രാഞ്ചുകളിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അവർ പിന്നെ ഒരു പ്രോഫിറ്റ് ഈടാക്കിയിട്ട് അത് വിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ആ വിൽക്കുന്ന കേസൊന്നും നോക്കേണ്ട കാര്യമില്ല. അതായത് ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ഇടപാടുകൾ, ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് തമ്മിലുള്ള ഇടപാടുകളാണ് നമ്മൾ അക്കൗണ്ട്സിൽ എഴുതേണ്ടത്. ഈ വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ നമ്മൾ സെയിൽസും പർച്ചേസൊക്കെ ആയിട്ട് നമ്മൾ ജനറലി ജേണൽ ലെഡ്ജർ ഉണ്ടാക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഹെഡ് ഓഫീസ് ആവുന്ന നേരത്ത് ബ്രാഞ്ചിൽ ബ്രാഞ്ചിൽ സ്റ്റോക്ക് ഉണ്ടാവും. അതേമാതിരി ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഹെഡ് ഓഫീസ് കൊടുത്ത പെറ്റി ക്യാഷ് ഉണ്ടാവും. പിന്നെ മറ്റെന്തെങ്കിലും അസറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സ്റ്റോക്ക് അസറ്റാണ്, ഡെപ്റ്റേഴ്സ് അസറ്റാണ്, പെറ്റി ക്യാഷ് അസറ്റാണ്, മറ്റ് അസറ്റുകൾ. ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ ബ്രാഞ്ചിന്. അതായത് ഇപ്പോൾ ഈ കൊല്ലം കഴിയുന്ന നേരത്ത് സ്റ്റോക്കിനൊരു കണക്ക് ബാലൻസ് ഉണ്ടാവും, ക്ലോസിങ് സ്റ്റോക്ക്. ബാങ്കിന് ആരെങ്കിലും പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ ഗുഡ്സ് ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ അത് ഡെപ്റ്റേഴ്സ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പെറ്റി ക്യാഷ് ഉണ്ടാവും. പെറ്റി ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തുക ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അടച്ച തുക ഉണ്ടാവും. അതും പോരാഞ്ഞിട്ട് കുറച്ച് അസറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ബാലൻസുകൾ ഉണ്ടാവും. ഒരു കൊല്ലം കഴിഞ്ഞ് നെക്സ്റ്റ് കൊല്ലത്തിലേക്ക് പോകുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അത് ഹെഡ് ഓഫീസാണ് തയ്യാറാക്കുക. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ അടുത്തൊക്കെ കണക്കെടുത്തിട്ട് ഈ ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക്, ബ്രാഞ്ചിൻ്റെ ഡെപ്റ്റേഴ്സ്, ഈ BR ബ്രാഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. ബ്രാഞ്ചിൻ്റെ പെറ്റി ക്യാഷ്, ബ്രാഞ്ചിൻ്റെ അസറ്റ്സ്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും, ഹെഡ് ഓഫീസ് ഡെബിറ്റിൽ ബ്രാഞ്ചിൻ്റെ കണക്ക് എഴുതിയിട്ട് ക്രെഡിറ്റിൽ ഇതൊക്കെ എഴുതുന്നുള്ളതാണ്. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ബ്രാഞ്ച് അതർ അസറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജേണൽ എൻട്രിയാണ് അതിന് എഴുതേണ്ടത്. ബ്രാഞ്ചിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ ഓഫ് അസറ്റ്സ് കാണിക്കാൻ. അപ്പോൾ ലയബിലിറ്റീസ് കാണിക്കാനോ ഈ തന്നിരിക്കുന്ന ജേണൽ എൻട്രിയിൽ ബ്രാഞ്ച് ഡെബിറ്റിലും ഈ അസറ്റൊക്കെ ക്രെഡിറ്റിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ബ്രാഞ്ചിനെ ക്രെഡിറ്റിലും ഈ ലയബിലിറ്റീസിന് എന്ത് ചെയ്യുക, ഡെബിറ്റിലും എഴുതുക. അപ്പോൾ ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ അസറ്റ്സിൻ്റെ ബ്രാഞ്ചിൽ വരുന്ന അസറ്റുകളുടെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാൻ ബ്രാഞ്ച് ഡെബിറ്റിലും എഴുതുക, അസറ്റുകളൊക്കെ ക്രെഡിറ്റിലും എഴുതുക. ഇനി ബ്രാഞ്ചിലെ ലയബിലിറ്റീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ ലയബിലിറ്റിയെ ഡെബിറ്റിൽ എഴുതുക, ബ്രാഞ്ചിനെ ക്രെഡിറ്റിൽ എഴുതുക. ഇനി നമുക്കറിയാം ഹെഡ് ഓഫീസിനാണ് എങ്ങോട്ട് അയക്കുക, ഗുഡ്സ്, അതായത് ചരക്കുകൾ, സ്റ്റോക്ക്, ഗുഡ്സ്. ഈ ഗുഡ്സ് അതാണ് വാങ്ങി വിൽക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഗുഡ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹെഡ് ഓഫീസ് എന്തായാലും എന്തിലേക്ക് അയക്കണം, ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയക്കുകയാണെങ്കിൽ ഇതാണ് ജേണൽ എൻട്രി വരിക. ഗുഡ്സ് സെൻഡ് ടു ദ ബ്രാഞ്ച്, അതായത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ദ ബ്രാഞ്ച്. ഇനി ചിലപ്പോൾ ചില ഗുഡ്സിനൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രാഞ്ച് എന്ത് ചെയ്യും, തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് ആ ഗുഡ്സ് മടക്കും. അങ്ങനെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് വരുന്നത് ഈ ഒരു ജേണൽ എൻട്രി, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അടുത്തത് വെൻ ഹെഡ് ഓഫീസ് മീറ്റ് ബ്രാഞ്ച് എക്സ്പെൻസസ് ഓർ സെൻസ് ക്യാഷ് ടു ദ ബ്രാഞ്ച് ടു മീറ്റ് എക്സ്പെൻസ്. ബ്രാഞ്ചിൻ്റെ ചിലവുകൾക്കായിട്ട് ഒന്നുകിൽ ക്യാഷ് അയക്കുകയോ അല്ലെങ്കിൽ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് ആ ചിലവുകൾ വഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക എന്ന് വെച്ചാൽ
ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി വരിക. ഇനി ബ്രാഞ്ച് സാധനങ്ങൾ സെയിൽ ചെയ്യും, ബ്രാഞ്ച് ചിലപ്പോൾ എന്താണ് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആ പൈസ ഹെഡ് ഓഫീസിലേക്ക് അയക്കുമ്പോൾ എന്താണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് വരുമ്പം നമ്മുടെ ഈ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രിയുടെ നേരെ വിപരീതം, അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വരും ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അടുത്തതായിട്ട് ക്ലോസിംഗ് ബാലൻസുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ബ്രാഞ്ചിൻ്റെ ഡെബിറ്റിലും അതിനൊക്കെ ക്രെഡിറ്റിലുമാണ് എഴുതുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് വരും അസറ്റിനൊക്കെ ഡെബിറ്റിലും ബ്രാഞ്ചിനെ ക്രെഡിറ്റിലും എഴുതാം. നേരെ വിപരീതം എഴുതാം. ഓപ്പണിംഗ് ബാലൻസിൽ എഴുതി ജേണൽ എൻട്രീൻ്റെ നേരെ വിപരീതം. അപ്പോൾ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ക്ലോസിംഗ് ബാലൻസിൽ എഴുതാൻ സാധിക്കണം. ലയബിലിറ്റീൻ്റെതോ അത് ബ്രാഞ്ചിൻ്റെ ഡെബിറ്റിലും ലയബിലിറ്റിയെ ക്രെഡിറ്റിലും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ജേണൽ എൻട്രി ഇതാ ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനിയിപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണേത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൻ്റെ ലയബിലിറ്റീസിൻ്റെ എങ്ങനെ വരും ലയബിലിറ്റിയെ ക്രെഡിറ്റിൽ എഴുതുക ബ്രാഞ്ച് നേരെ വിപരീതമാണ്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് നമ്മൾ എന്ത് തയ്യാറാക്കണം എന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റ് കാണണം. ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ലെഡ്ജറിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടിട്ടാണ് ഈ ഒരു ജേണൽ എൻട്രി എഴുതേണ്ടത്. എന്നിട്ട് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലാണ് അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ എന്താണ് ഒരു ലെഡ്ജർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ഫിക്സഡ് അസറ്റ്, അതായത് എല്ലാ അസറ്റിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതും, ലയബിലിറ്റീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജേണൽ എൻട്രി നിങ്ങൾ പരിശോധിക്കുക, ബ്രാഞ്ച് അക്കൗണ്ടാണ് നമ്മളവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഈ ലെഡ്ജർ എന്താണ് അത് ബ്രാഞ്ച് അക്കൗണ്ടാണ്. ഹെഡിങ് ശ്രദ്ധിക്കുക, ബ്രാഞ്ച് അക്കൗണ്ട് ആട്ടോ, അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ജേണൽ എൻട്രി നോക്കുക നിങ്ങൾ. ജേണൽ എൻട്രിയിൽ ബ്രാഞ്ച് എവിടെയാണ് വന്നിരിക്കുന്നത് ഡെബിറ്റിലാണ്. ഈ അസറ്റുകളൊക്കെ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഡെബിറ്റിലേക്ക് അസറ്റുകൾ ഇവിടെ ലയബിലിറ്റി പോവും. അങ്ങനെ ഓരോ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഫോർമാറ്റ് നിങ്ങൾ നോക്കി വെക്കുക. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ അപ്പിയർ ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് സെപ്പറേറ്റ്ലി ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് വരില്ല എന്നുള്ളതാണ്. പെറ്റി എക്സ്പെൻസ്, ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് വഹിച്ച എക്സ്പെൻസുകൾ വരും. ബ്രാഞ്ച് നടത്തിയിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഒരിക്കലും ഇതിലേക്ക് പോകില്ല, ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഉണ്ടാവില്ല. ബ്രാഞ്ച് നടത്തിയത്. പിന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ബ്രാഞ്ച്, ദ ആക്ച്വൽ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് ആർ നോട്ട് റെക്കോർഡഡ്. ഇൻസ്റ്റഡ് ദ എമൗണ്ട് റെമിറ്റഡ് ബൈ ദ ഹെഡ് ഓഫീസാണ് എന്ത് ചെയ്യുക നമ്മൾ എഴുതുക. ഇനി ബ്രാഞ്ച് പർച്ചേസ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റോ ഗുഡ്സോ എന്തിന് വരില്ല ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല. ഈ ഫിക്സഡ് അസറ്റിൻ്റെ ഡെപ്രിസിയേഷൻ എവിടെ വരില്ല ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഇഫ് ദ ബ്രാഞ്ച് സെൽസ് ഫിക്സഡ് അസറ്റ് ദ എമൗണ്ട് വിൽ ബി റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ആ ക്യാഷേ പോകുള്ളൂ, ബ്രാഞ്ച് അക്കൗണ്ടിൽ ഫിക്സഡ് അസറ്റ് വിറ്റ കാര്യമൊന്നും കാണിക്കില്ല. ക്രെഡിറ്റ് സെയിൽസ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, കസ്റ്റമർ റിട്ടേൺസ് ഓർ ഡെപ്റ്റേഴ്സ് കളക്ഷൻ, ദീസ് ട്രാൻസാക്ഷൻസ് ഡു നോട്ട് സെപ്പറേറ്റ്ലി കംസ് ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. പിന്നെ ഷോർട്ടേജ് അല്ലെങ്കിൽ സർപ്ലസ് എന്തിൽ വരില്ല ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കും ദ ട്രാൻസാക്ഷൻസ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടത്. എക്സാമ്പിൾ 1, മെസ്സേഴ്സ് മമത ട്രേഡേഴ്സ് ഓഫ് കേരള ഹാവ് എ ബ്രാഞ്ച് അറ്റ് കണ്ണൂർ. ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2025. അതായത് കേരളയിലുള്ള മമത ട്രേഡേഴ്സിന് അവർക്ക് കണ്ണൂർ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കുകളാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഇത് മൂന്നും അസറ്റാണ്. അപ്പം അസറ്റിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഓപ്പണിംഗ് ബാലൻസിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്. നിങ്ങൾ നേരത്തെ അതിൽ കണ്ടതാ. ഡെബിറ്റിൽ എന്ത് ചെയ്യുക അതെല്ലാം കൂടി കൂട്ടിയിട്ട് 92,000 വരും. ക്രെഡിറ്റിൽ 50,000, 40,000, 2,000. ഓക്കെ, ഇങ്ങനെ വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ നോക്കുക. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. ഇത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്ത ഗുഡ്സാണ്. അതിൻ്റെ ജേണൽ എൻട്രി എന്താ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോർമാറ്റ് നോക്കുക.
ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, അതാ വരിക. പിന്നെ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. അതെന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ആണ്. സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ്. പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ആണ്. ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ക്ലോസിംഗ് ബാലൻസ് ആണ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ജേണൽ എൻട്രി നോക്കുക. ആദ്യം എഴുതിയിരിക്കുന്ന ഓപ്പണിംഗ് അസറ്റിൻ്റെ ജേണൽ എൻട്രിയാണ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ പേര് എഴുതാട്ടോ, ഏത് ബ്രാഞ്ചാണോ എന്നുള്ളത് പേര് എഴുതാം. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓക്കെ, ഇതാണല്ലോ ജേണൽ എൻട്രി. ഇത് നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ്. ലയബിലിറ്റി ഒന്നും നമ്മുടെ ലയബിലിറ്റി ഒന്നും ചോദ്യത്തിലില്ല. പിന്നെ എന്താ ഉള്ളത്? അടുത്തത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. അതിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക? കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, എമൗണ്ട് ചെയ്താൽ. നെക്സ്റ്റ് അടുത്ത എന്താണ്? ക്യാഷ് ബ്രാഞ്ചിലേക്ക് അയച്ചതാണ് ഹെഡ് ഓഫീസിന്, സാലറി, റെൻറ്റും പെറ്റി ക്യാഷിന് വേണ്ടിയിട്ട്. അതെന്താണ്? അത് മൂന്നും കൂടി കൂട്ടുക നിങ്ങൾ. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് അതായത് 16,000 വരും. അപ്പോൾ ആ എമൗണ്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 16,000. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അത് ക്യാഷ് അക്കൗണ്ട് എഴുതിയാലും മതി. ഇനി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽസ് നടത്തിയിട്ടും ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയത് ക്യാഷ് അങ്ങോട്ട് കിട്ടി. 2,70,000 രൂപ ഈ പറഞ്ഞ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് കിട്ടി, അത് ഇവിടെ എഴുതി. പിന്നെ ലാസ്റ്റിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സംഗതിയേ ഉള്ളൂ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഇങ്ങനെ എഴുതിയെങ്കിൽ എന്താണ്? ഡെബിറ്റിൽ ഈ അസറ്റുകളുടെയൊക്കെ പേര് എഴുതുക, ക്രെഡിറ്റിൽ നിന്നാണ് കണ്ണൂർ ബ്രാഞ്ച്. ഈ ജേണൽ എൻട്രീൻ്റെ സ്പേസ് നിങ്ങൾ വിടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഈ ഒരു ലെഡ്ജർ വരയ്ക്കലാണ്. അപ്പോൾ ഒരു നടുക്കൂടെ 2 ലൈനും 2 ഭാഗത്ത് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ചെയ്താൽ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അതായത് ഇവിടെ ഒരു ഡേറ്റിൻ്റെ കോളം കൂടെ വേണമെന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതുമ്പോൾ എഴുതുക എന്നുള്ളതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡിഗ്രി ലെവലൊന്നും അത്രയ്ക്കും ഈ ഡേറ്റ് ഒന്നും അത്രയും റെലവൻ്റ് അല്ല. ചില കണക്കുകൾക്ക് ഡേറ്റ് റെലവൻ്റ് ആണ്, അതിൽ വരയ്ക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് എന്താണ്? കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ലെഡ്ജറാണ്. അപ്പോൾ നോക്കുക, അവിടെ എവിടേക്കാണ് കണ്ണൂർ ബ്രാഞ്ച് വരിക എന്ന് നോക്കുക. ഈ ജേണൽസിൽ എവിടേക്കാണ് കണ്ണൂർ ബ്രാഞ്ച്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കണ്ണൂർ ബ്രാഞ്ച് എവിടെയാണ് വരുന്നത്? ഇവിടെ ഉണ്ട് അല്ലേ? കണ്ണൂർ ബ്രാഞ്ച് അത് ഡെബിറ്റിലാണ് കണ്ണൂർ ബ്രാഞ്ച് അല്ലേ? ഡെബിറ്റിലാണുള്ളത്. എന്താണ് ഡെബിറ്റിൽ വരാൻ കാരണം? ഈ 3 സംഗതികളാണ് വന്നതുകൊണ്ടാണ് കണ്ണൂർ ബ്രാഞ്ച് ഡെബിറ്റിൽ വന്നത്. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു സ്ഥലത്തും കണ്ണൂർ ബ്രാഞ്ച് എഴുതരുത്. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് ഇവിടെ എഴുതിയിട്ട് അത് വരുന്നത് എവിടെയാണ്? ഡെബിറ്റിലാണ്. അപ്പോൾ ഡെബിറ്റിലാണ് ഫസ്റ്റ് ഐറ്റം ഈ ഭാഗത്ത് എഴുതേണ്ടത്. അതിന് കാരണക്കാരൊക്കെയാണ്? ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്. അത് 3 ഇവിടെ എഴുതുന്നു. ഇനി അടുത്തതും കണ്ണൂർ ബ്രാഞ്ച് ഉണ്ട് അല്ലേ? അത് ഡെബിറ്റ് തന്നെയാണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. അപ്പോൾ എന്താണ്? അതും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതി ഇവിടെ എഴുതി. ഇനി അടുത്ത് നോക്കുന്നത് എന്താണ്? ഇതും കണ്ണൂർ ബ്രാഞ്ച് ഉണ്ട്, അത് ഡെബിറ്റ് തന്നെയാണ്, ടു ബാങ്ക് ആണ്. കാരണം ഇവിടെ എന്ത് എഴുതി? ടു ബാങ്ക്. അത് സെപ്പറേറ്റ് ആയിട്ട് എന്താണ്? ഓരോ എക്സ്പെൻസുകളിലൂടെ വേറിട്ട് എഴുതാൻ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് 16,000 ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ എന്താണ് 16,000 എഴുതിയത്, പക്ഷേ ഇവിടെ എന്താണ്? അത് 3 കൂടി 3 തിരിച്ചിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ലെഡ്ജറിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കണ്ണൂർ ബ്രാഞ്ച് ക്രെഡിറ്റിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ? അതിലെന്താണ്? അത് 2,70,000 നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ 2 അല്ലേ ക്യാഷ് സെയിൽസും ഡെപ്റ്റേഴ്സും ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഡ്ജറിൽ നിന്നാണ് ഇത് 2 എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? നിങ്ങളിവിടെ അടുത്ത എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് 46,000 ആണ്. അത് എന്താണ്? ഇവിടെ എഴുതി. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഭാഗം 50,000, 40,000, 2,000, 1,80,000, 16,000. ഇവിടെ 2,70,000, 25,000, 10,000, 1,000 ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ 3,16,000 ഇവിടെ വന്നത്. ആ എമൗണ്ട് ഇവിടെ ആദ്യം കൂട്ടിയിട്ട് എഴുതുക. ഈ 2,70,000 കൂടെ ഈ പറഞ്ഞ 46,000 കൂട്ടിയാൽ 3,16,000. അതെടുത്ത് അതേപടി ഇങ്ങോട്ടേക്ക് എഴുതുക. അപ്പോൾ ഈ 3,16 16,000 കുറയ്ക്കുക, പിന്നെ 1,50,000 കുറയ്ക്കുക, 2,000 കുറയ്ക്കുക, 40,000 കുറയ്ക്കുക, 50,000 കുറയ്ക്കുക. ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ 2 ഭാഗം കൂട്ടി വെക്കുക. എവിടെയാണോ കൂടുതൽ വരുന്നത് അതിവിടെ എഴുതുക, അതേപടി ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ഇനി എന്നിട്ട് ഇവിടെ കൂട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ ഓരോന്നും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ എമൗണ്ട് കുറച്ചാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. 58,000 ജനറൽ പ്രോഫിറ്റ്. അതാണ് എവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടെ ഈ ഒരു ജേണൽ എൻട്രിയിൽ ആ ഒരു ഫിഗറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കിൽ നമുക്ക് ഇത്രയും നോക്കാം. ബാക്കി നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത കണക്കെടുക്കാം. ഓക്കെ.